അങ്ങനെ നിവിൻ പോളിക്ക് ഒരു 100 കോടി ചിത്രം കിട്ടിയിരിക്കുകയാണ്. സർവ്വമായി അങ്ങനെ 10 ദിവസം കൊണ്ട് 100 കോടി കളക്ഷൻ നേടിയാണെങ്കിൽ തിയേറ്ററുകളിൽ വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളിയുടെ ഒരു സോളോ 100 കോടി തന്നെയാണ് നമ്മുടെ സർവ്വമായ എന്ന് പറയുന്ന സിനിമ. അഖിൽ സത്യൻ്റെ ആണെങ്കിൽ സിനിമയാണ്, അദ്ദേഹമാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. നല്ലൊരു ഫീൽ ഗുഡ് വൈബുള്ള ഒരു ഹൊറർ പടമാണെന്നുള്ളൊരു ലെവലോടുകൂടിയാണ് ഈ ഒരു പടം വന്നത്. എങ്കിലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഈ ഒരു ക്യാരക്ടറാണെങ്കിലും ഈ ഒരു പ്രേതമായിട്ട് വന്ന ആ ഒരു കുട്ടിയാണെങ്കിലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അവരുടെ ക്യാരക്ടർ തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുകയും ചെയ്തു. അതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു സിനിമ ഇപ്പോൾ ഈ 100 കോടി ക്ലബ്ബിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, നിവിൻ പോളി ആണെങ്കിൽ ഒരു ഫാമിലി, നിവിൻ പോളി ആണെങ്കിൽ ഒരു ഫീൽ ഗുഡ് പടം ഇറക്കുകയാണെങ്കിൽ പുള്ളി 100 കോടി അടിക്കുകയും കൂടെ ചെയ്തു. അത് ചെറിയൊരു കാര്യമല്ല. അപ്പം പുള്ളിയെ നമ്മൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിച്ച ആ ഒരു രീതിക്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇനിയിപ്പം പുള്ളിയുടെ പടങ്ങളൊക്കെ പുള്ളി ഇതിനനുസരിച്ചുള്ള രീതിക്ക് തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിന് വേറൊരു സംശയം വേണ്ട. പിന്നെ നിവിൻ പോളിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സമയത്ത് മോഹൻലാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് പവറുള്ള ഒരു നടനായിരുന്നു നിവിൻ പോളി എന്ന് പറയുന്നത്. പ്രേമത്തിൻ്റെ ഒക്കെ കാര്യം നമുക്കറിയാം. അന്ന് ആ സെൻസർ അങ്ങനെ ലീക്കായില്ലായിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ആദ്യത്തെ 100 കോടി എന്ന് പറയുന്ന സിനിമ നിവിൻ പോളിയുടെ പേരിലിരിക്കേണ്ടതാണ്. അപ്പോൾ അത്രയ്ക്കൊരു ബോക്സ് ഓഫീസ് പവറുള്ളൊരു നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത് സർവ്വമായക്കൂടെ. എന്തായാലും ഈ സിനിമയാണെങ്കിൽ നല്ല റിപ്പീറ്റ് വാച്ച് ഉള്ളൊരു മൂവി തന്നെയാണ് സർവ്വമായ എന്ന് പറയുന്ന സിനിമ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണാം. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സിനിമയാണ്. നമ്മുടെ നിവിൻ പോളിയുടെ ചില എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. നമുക്ക് പണ്ടത്തെ ഒരു ലാലേട്ടനെയൊക്കെ ഓർമ്മ വരുന്ന രീതിക്കത്തെ പരിപാടികളൊക്കെയാണ്. എന്തായാലും ഈ സിനിമ ഒരു 100 കോടി കയറി വലിയൊരു വിജയമായി മാറിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം, ക്രിസ്മസിന് ഇറങ്ങിയതിൽ വിന്നറായിട്ടുള്ള പടം സർവ്വമായ തന്നെയാണെന്നുള്ള കാര്യത്തിൽ. അപ്പം ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആരുടെ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.